എല്ലാവർക്കും സ്വാഗതം. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളിന്ന് അറിഞ്ഞു കാണും, കൊളുത്തുപ്പള്ളി എല്ലാ പ്രമുഖ ചാനലുകളിലും വന്ന വാർത്തയാണ്. റിവൈവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മുടെ കൊളുത്തുപ്പുഴയിൽ പുതിയ ഒരു 24 hours 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ സമുച്ചയം ഇന്ന് ഓപ്പൺ ചെയ്തേക്കുന്നതാണ്. അതിൽ മെഡിക്കൽ സ്റ്റോറുണ്ട്. 24 മണിക്കൂറും നിങ്ങൾ മനസ്സിലാക്കിക്കോളിൻ, കൊളുത്തുപ്പള്ളി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോർ ഇല്ല. അപ്പം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോർ, അതുപോലെ തന്നെ ലാബ്, അതുപോലെ തന്നെ പ്രഗത്ഭരായ ഡോക്ടർമാരും അടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് റിവൈവ് എന്ന് പറയുന്നത്. അത് നമ്മുടെ നാടിന് ഒരു അഭിമാനമായിരിക്കും. കാരണം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ചിരകാല സ്വപ്നമാണ്. അതാണ് ഇന്ന് കൊളുത്തുപ്പുഴയിൽ നടന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, ഇതൊന്നും അല്ല. ഇത് നിങ്ങളെല്ലാ ചാനലുകളിലും വന്ന ന്യൂസുകളായിരിക്കും. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആരാണ് ഇത്തരത്തിൽ ന്യൂസുകൾ നമ്മുടെ നാട്ടിൽ ഇത്രയും സമയം കഷ്ടപ്പെട്ട് അവർ എന്താ പറയുക, ക്യാമറയും കൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ന്യൂസ് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്താം. അതാണ്ട് ഈ കണ്ണാടിയിട്ട പുള്ളിയാണ് ഷിബു. കേരള സ്കാനർ എന്ന് പറയുന്ന ന്യൂസ് ചാനൽ വഴിയാണ് നമ്മളിലേക്ക് ഏറ്റവും പെട്ടെന്ന് വാർത്തകൾ എത്തിക്കുന്നത്. മനസ്സിലാക്കിക്കോളിൻ. താമസിക്കുന്നത് എനിക്ക് തോന്നുന്നു തിങ്കൾക്കരിക്കമാണെന്ന് തോന്നുന്നു. ഇദ്ദേഹമാണ് ഷിബു. ഇനിയും പരിചയപ്പെടുത്താം, ഒരുപാട് പേരുണ്ട്. അതിൽ കുറച്ച് പേരെ മാത്രമേ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ദൂരെ കാണുന്ന ആൾക്കാരെ കണ്ടോ ആണ് ഈ കാണുന്നതാണ് നമ്മുടെ നീലക്കൂലല്ല, ഈ നിൽക്കുന്ന പുള്ളിയാണ് ബിനു തങ്കച്ചൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്റ്റാഫോ പാർട്ട്ണറോ ആണ്, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇനി നമുക്ക് പരിചയപ്പെടുത്താം. ഇനി സുന്ദരനായ ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏറ്റവും നമ്മുടെ നിലവിൽ കൊളുത്തുപ്പുഴയുള്ള ഏറ്റവും സുന്ദരനായ ചെറുപ്പക്കാരൻ. എന്താണ്ട് നിലവിൽ കൊളുത്തുപ്പുഴയുള്ളതല്ല, നിലവിൽ ചാനലുകൾ അവതരിപ്പിക്കുന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ എന്താണ് ജെറിൻ ജെയിംസ്. നിങ്ങളിനി കണ്ടില്ല എന്ന് പറയല്. ജെറിനെ ഒരുപ്പെട്ട എല്ലാവർക്കും കൊളുത്തുപ്പുഴ അറിയാം. അറിയാത്തവർക്ക് വേണ്ടി മാത്രം പരിചയപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ ശരത്തണ്ണനാണ് നമ്മുടെ എന്താ പറയുക, ന്യൂ ന്യൂസ് എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമ. അപ്പം ജെറിൻ, നാട്ടുവാർത്തയ്ക്ക് വേണ്ടി ജെറിൻ, അതുപോലെ ന്യൂ ന്യൂസിന് വേണ്ടി ശരത്തണ്ണൻ, അതുപോലെ ബിനു തങ്കച്ചൻ്റെ ചാനൽ, ഇത് പിന്നെ അതുപോലെ കേരള സ്കാനർ. ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാർ, കുറേ പേര് വന്നിട്ടുണ്ട്. എനിക്ക് ബാക്കിയുള്ളവർ അറിയില്ല. പെട്ടെന്ന് ഞാൻ എടുത്ത വീഡിയോയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ നാട്ടിൽ എത്രയും പെട്ടെന്ന് തന്നെ ന്യൂസ് നമ്മളിലേക്ക് എത്തിക്കുന്ന ആൾക്കാർ. അപ്പം നമസ്കാരം, ബൈ ബൈ.